ചേതൻ സാജൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏകദേശം 2 സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ് ചേതൻ മനസ്സിലാക്കുന്നത്. ഇന്നും സർവീസുകൾ മുടങ്ങിയ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധമുണ്ടോ അവിടെ? അതോടൊപ്പം തന്നെ നേരത്തെ അറിയിച്ചിരുന്നോ ഇത്തരത്തിൽ റദ്ദാക്കപ്പെടുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നോ? അഞ്ജന, കൊച്ചിയിലും ഈ എയർ ഇന്ത്യ പണിമുടക്ക് കാരണം യാത്രാ ദുരിതം അവസാനിക്കും. ഇന്ന് 2 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കൊച്ചി ഷാർജ, അതുപോലെ തന്നെ കൊച്ചി ബഹ്റൈൻ. ഈ 2 വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിരിക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസവും 2 സർവീസ് റദ്ദാക്കിയിരുന്നു. കൊച്ചി മസ്കറ്റും അതുപോലെ തന്നെ കൊച്ചി ദമാം സർവീസുകളും റദ്ദാക്കിയിരുന്നു. പക്ഷേ ഇന്നും ഇന്നലെയും യാത്രക്കാർക്ക് ആദ്യമേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഈ സർവീസ് റദ്ദാക്കാൻ പോകുന്നുണ്ടെന്ന് വിമാനത്താവളത്തിലെ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. മെഞ്ഞാന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഈ യാത്രാ ദുരിതം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയത്. അതായത് ഏകദേശം 4ഓളം വിമാന സർവീസുകളാണ് അന്ന് റദ്ദാക്കിയിരുന്നത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അന്ന് റദ്ദാക്കിയത്. അതിനാൽ ഈ യാത്രാ ദുരിതവും വളരെ ഇരട്ടിയായി. നമുക്കറിയാം ഈ മിന്നൽ പണിമുടക്ക് കാരണം ഏറ്റവും കൂടുതൽ അതിന് അൾട്ടിമേറ്റായി സഫർ ചെയ്യുന്നത് യാത്രക്കാരാണ്. പലരും ഈ വിസ കാലാവധിയുടെ അവസാന ദിവസവും അതുപോലെ തന്നെ ജോലിക്ക് എത്തേണ്ട അവസാന ദിവസവുമാണ് തങ്ങളുടെ വിദേശത്തേക്ക് പോകാറുള്ളത്. ആയതിനാൽ ഈ പണിമുടക്ക് ഈ കൂട്ടരെ ഗുരുതരമായി ബാധിച്ചു എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ കൊച്ചി വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ വിമാനത്താവളമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്തേക്ക് സർവീസ് നടത്തുന്ന വിമാനത്താവളം കൂടിയാണ് ഈ കൊച്ചി വിമാനത്താവളം. സ്വാഭാവികമായും കേരളത്തിൻ്റെ നാനാ പ്രദേശങ്ങളെയും ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. സ്വാഭാവികമായും ഇവിടെ ഇതുപോലെ തന്നെ ഈ വിമാന സർവീസ് മുടങ്ങുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ യാത്രക്കാരെയും ഗുരുതരമായി ബാധിക്കുമെന്നതിൽ തർക്കമില്ല. അഞ്ജന.